നമ്മൾ ഈ മനുഷ്യന്മാരെ വെറുക്കണ കാര്യം എന്താ ഉള്ളത്? എന്ത് ചെയ്യാനാ? ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ചിന്തിച്ചാൽ മതി. എന്ത് ചെയ്യാനാന്ന് വെച്ചാൽ 2000 വർഷങ്ങൾക്ക് പറഞ്ഞോണ്ടേയിരിക്കാം. മുമ്പ് കർത്താവ് കുറെ പേർക്ക് രോഗശാന്തിയൊക്കെ കൊടുത്തു എന്നാ പറയുന്നത്. അതെ, പക്ഷെ ഇപ്പോഴും നമ്മൾ ഇതൊക്കെ കാണുന്ന എവിടെ ഇങ്ങനത്തെ മറ്റേ സംഘടനത്തിലെ ആൾക്കാർ അഭിനയിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ട ആൾക്കാർ എങ്ങനെ ഈ കൃപാസനം എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടർ ഫ്ലോപ്പ് എന്റെ ദൈവം ആൾക്കാർ അതിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര. അതെ. അല്ല, കൃപാസനത്തെ കുറിച്ച് പിന്നെ പറയരുത് കേട്ടോ. അത് എൻ്റെ ഒരു സുഹൃത്ത് മറ്റേ പെട്രോൾ ടാങ്കിൽ ഇട്ടിട്ട് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇടുന്നതാണ്. ആ, കൃപാസനം അതിനെക്കുറിച്ച് മാത്രം അത് വേണ്ട, ബാക്കിയൊക്കെ ശരിയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എല്ലാം. നിങ്ങളല്ലേ അകത്ത് ഞാൻ ഈ ഒരു പിന്നെ അസ്കറിയുടെ ഒക്കെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തുനിന്ന് കാണാണ് മതം കടിച്ചത്. ഭയങ്കര ആൾക്കാർ ഇതൊന്ന് പുറത്തു നിന്ന് ചിന്തിച്ചു. ഞാൻ നേരത്തെ ചിന്തിച്ചാൽ മതി. ഞാൻ 8ാം ക്ലാസ് തുടങ്ങിയ സമയത്ത് സ്വന്തമായിട്ട് ആലോചിച്ച് കൂട്ടി ഞാൻ തീരുമാനിച്ചു. അത് ഇപ്പൊ ഫ്രണ്ട്സായിട്ട് അങ്ങനെ ഡിബേറ്റ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ബട്ട് ഞാൻ സംടൈംസ് പറയും ഈ കുമ്പസാരം പരിപാടിയൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്മാരത് ഉപയോഗിക്കുന്നു, പീഡിപ്പിക്കുന്നു. മറ്റേ ഇവിടെ അങ്ങനത്തെ ഈ മറ്റേ അഭയ കേസിലുണ്ടായിരുന്ന ഉദർഗയിലുള്ള ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിലായിരുന്നു പുള്ളിക്കാരൻ പ്രിൻസിപ്പൾ ആയിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്തൊക്കെ എല്ലാം കള്ളന്മാരാ. അത് ഓരോ എനിവേ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം. ഇടയ്ക്ക് വിളിക്കും. പുതിയ നിയമത്തിലെ കുഴപ്പങ്ങൾ ഒരു 10 എണ്ണം കാണാപ്പടം പഠിച്ചു വെച്ചോളൂ.